നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠം നിയമവിജ്ഞാനം സാധാരണക്കാരിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. നിയമസാക്ഷരതയുടെ കാര്യത്തിൽ നമ്മളിപ്പോഴും വളരെ പിറകിലാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് റേഡിയോ ബെൻസിഗർ ബൃഹത്തായ ഒരു നിയമപാഠ സംവിധാനത്തിനാണ് നിയമപാഠത്തിലൂടെ തുടക്കമിടുന്നത്. സാധാരണക്കാരിൽ നിയമം എത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അംബുജാദേവി നമ്മുടെ കൊല്ലം തോടിൻ്റെ കരയിൽ താമസിക്കുന്ന ഒരു വിധവയായ സ്ത്രീയാണ്. അംബുജത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താൻ താമസിക്കുന്ന കൊല്ലം തോടിൻ്റെ കരയിലേക്ക് അമിതമായ തോതിൽ അവശിഷ്ടങ്ങൾ, വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. ഒരു പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള ഒരു നീരുറവയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അംബുജാദേവി. ഈ കാഴ്ച കണ്ട് മനമെടുത്ത അംബുജാദേവി പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഈ അടുത്ത സമയത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഗൗരവമേറിയ ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നത്. പശ്ചിമഘട്ട പർവ്വതനിരകളുടെ സംരക്ഷണത്തിനായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരിരംഗൻ റിപ്പോർട്ടും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിന് ആവശ്യം വളരെ ഗൗരവമായി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതു സർക്കാരുകൾ തീരുമാനമെടുക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് നമുക്ക് ഇതിനു മുമ്പുള്ള പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കുവാൻ നിയമനിർമ്മാണം നടത്തുവാൻ വളരെ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ ശ്രമങ്ങൾ ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സമ്മേളനത്തിലെ ആഹ്വാനപ്രകാരമാണ് പരിസ്ഥിതി സംരക്ഷിക്കുവാൻ പര്യാപ്തമായ നിയമ നിർമ്മാണങ്ങൾ നടത്തുവാൻ ഇന്ത്യയും മുന്നോട്ട് വന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ പരിസ്ഥിതി ഘടകങ്ങളായിട്ടുള്ള വായു, ജലം തുടങ്ങിയവയുടെയൊക്കെ മലിനീകരണം തടയുന്നതിനുള്ള നിബന്ധനകൾ പല നിയമങ്ങളിലും ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം നിബന്ധനകളും അവയുടെ ലംഘനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നാമമാത്രമായ ശിക്ഷകളും കൊണ്ട് പരിസ്ഥിതി മലിനീകരണം തടയുക അസാധ്യമായിരുന്നു. പരിസ്ഥിതി മലിനീകരണം തടയുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിരുന്നില്ല. കോടതികളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ മാത്രമാണ് ഈ മേഖലകളിലെ നിയമ ലംഘനങ്ങൾക്ക് പരിഹാരം കാണാനാകുന്നത്. എത്ര കർശന നിയമം നിലവിലുണ്ടെങ്കിൽ പോലും അവ കർശനമായി നടപ്പിലാക്കിയില്ലെങ്കിൽ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ലക്ഷ്യം നേടുവാൻ കഴിയുകയില്ല. പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ വളരെ നിസ്സാരമായൊരു ശ്രദ്ധ മാത്രമേ ബന്ധപ്പെട്ട അധികാരികൾ കാണിച്ചിരുന്നുള്ളൂ. അതാണ് വാസ്തവം. പരിസ്ഥിതി നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാത്തതിനെ സുപ്രീം കോടതിയും പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. മലിനീകരണം തടയുന്നതിനുള്ള നിബന്ധനകൾ ഫലപ്രദമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ലോകത്ത് ഏറ്റവും കുറച്ച് മലിനീകരണ പ്രശ്നമുള്ള രാജ്യമായിരുന്നേനെ ഇന്ത്യ. ഡൽഹി ഇന്ന് ലോകത്തിലെ ഏറ്റവും മാലിന്യവൽക്കരിക്കപ്പെട്ട നഗരങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. ഏതാണ്ട് 2000 ടൺ മാലിന്യ വസ്തുക്കളാണ് ഡൽഹി നഗരത്തിന് ഓരോ ദിവസവും താങ്ങേണ്ടി വരുന്നത്. മലിനീകരണത്തിൻ്റെ അനന്തരഫലമായി അകാല മൃത്യുവും മാറാരോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പഠനങ്ങൾ പ്രകാരം കൽക്കത്ത നഗരത്തിലെ 40% കുട്ടികളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. മറ്റു നഗരങ്ങളിലെ സ്ഥിതിയും ഇതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. മലിനീകരണം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ പറഞ്ഞാൽ തീരില്ല. വിട്ടുവീഴ്ചയില്ലാത്ത നിയമങ്ങൾ നടപ്പിലാക്കുകയും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതായിട്ടുള്ള അനിവാര്യതകളെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്താൽ മാത്രമേ പരിസ്ഥിതി സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ 48A അനുച്ഛേദ പ്രകാരം പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും മെച്ചപ്പെടുത്തുവാനും വനങ്ങളെയും കാട്ടുമൃഗങ്ങളെയും സംരക്ഷിക്കുവാനുമുള്ള ചുമതല സ്റ്റേറ്റിൽ നിക്ഷിപ്തമാണ്. നമുക്ക് ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.